ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്ടാ, റിലേഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ്ടാ റിലേഷൻ, എങ്ങനെയാണ് റിലേഷൻ ഉണ്ടാവുക എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അതായത് ഈ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് എന്തായിട്ട് മാറുക, റിലേഷനായിട്ട് മാറുക. എന്താണ് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് എന്തായിട്ട് മാറുക, റിലേഷനായിട്ട് മാറുക. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ എൻ ഓഫ് എയിൽ എന്താണ് പി എലമെന്റും എൻ ഓഫ് ബിയിൽ ക്യൂ എലമെന്റും ഉണ്ടെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവൂടാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത് എന്താ, പി ക്യൂ എലമെന്റ് ഉണ്ടാവും. എത്ര എലമെന്റ് ഉണ്ടാവും? പി ഇൻറ്റു ക്യൂ അല്ലേ. അതായത് പി ക്യൂ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ എ ക്രോസ് ബിയിൽ പി ക്യൂ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്തായിരിക്കൂടാ? സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സബ്സെറ്റുകളാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പൊ എത്ര സബ്സെറ്റ് ഉണ്ടോ അത്രയും റിലേഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോ നമ്പർ ഓഫ് റിലേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? റിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 2 എന്നുണ്ട്. 2 എന്താണ്? അത്രയും റിലേഷൻ എന്താണ്ടാ അതിലുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ച് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, റിലേഷൻ എന്ന് പറയാറുള്ളത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എപ്പോഴും ഓർമ്മ വേണം. നമുക്ക് ഇത് വെച്ച് എന്ത് ചോദിക്കാറുണ്ട്? പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ക്ലിയർ? ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ലെറ്റ് എ ഈക്വൽ ടു 1 2. എ എന്ന് പറയുന്നത് എന്താ മക്കളെ? 1 2 ആണ്. ബി എന്താണ്? ബി 3 4 ആണ്. ചൂസ് ദി നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഫ്രം ദി ബ്രാക്കറ്റ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ഇതാ ഇവിടെ എന്താണ് ബ്രാക്കറ്റ് എന്താണ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രായിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേത് ഒരെണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആ ആൻസർ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എയിൽ എൻ ഓഫ് എ എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ്. എൻ ഓഫ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? ബിയിലും 2 എലമെന്റ്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബിയിൽ 2 ഇൻറ്റു 2 4 എലമെന്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? അല്ലെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ, രണ്ടും ശരിയാണ്. നമ്പർ ഓഫ് റിലേഷൻ ചോദിച്ചാൽ എത്രയാണ് മക്കളെ? 2⁴. 2⁴ എത്രയാണ്? 2⁴. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 8, 8 ഇൻറ്റു 2 എത്രയാണ് മക്കളെ? 16. എത്രയാണ്? 16. ഓപ്ഷനിൽ 16 ഉണ്ടാ? ദാ കിടപ്പുണ്ട് ആശാൻ, തളത്തിൽ ആശാൻ ഇവിടെ ഉണ്ട്. ഏതാണ്? 16. ഏതാണ്ടാ? 16. സോ ഇതിന്റെ ആൻസർ 16 ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം, ഇത് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഗിവൺ എ എന്ന് പറഞ്ഞാൽ 1 2 3, ബി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 4 5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ക്രോസ് ബി. എ ക്രോസ് ബി കണ്ടുപിടിക്കാം. എ ക്രോസ് ബി എന്തായിരിക്കും? എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോ 1 4. ആദ്യം നമുക്ക് ഇത് കൊടുക്കാം. 1 4. 1ന് 4 കണക്ഷൻ വന്ന്, 1ന് 5 കണക്ഷൻ വന്നു. 1 4 1 5. അടുത്തത് 2ന് 2 4 2 5. ഏതാണ്ട് 2 4 2 5. അടുത്തത് 3ക്ക് 3 4 3 5. സംഭവം കഴിഞ്ഞു. അതാണ് എ ക്രോസ് ബി. അടുത്ത സാധനം ബി ക്രോസ് എ. ബി ക്രോസ് എ വെച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ബിന്ന് എയിലോട്ട് പോകണം. അപ്പൊ 4 1 4 1 4 2 4 3. അടുത്തത് 5 1 5 2 5 3. ഇത്രയേ ഉള്ളൂ ആര്? ബി ക്രോസ് എ. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിക്കട്ടെ. ഫൈൻഡ് എ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷന്റെ എണ്ണം ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം ആരെ വേണം? എൻ ഓഫ് എ. എൻ ഓഫ് എയിൽ എത്ര എലമെന്റ് ഉണ്ടാ? എയിൽ എത്ര എലമെന്റ്? എയിൽ 3 എലമെന്റ്. എൻ ഓഫ് ബിയിൽ 2 എലമെന്റ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്? 3 ഇൻറ്റു 2 എത്രയുണ്ട മക്കളെ? 6 എലമെന്റ്. എത്ര എലമെന്റ് ആണ്? 6 എലമെന്റ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 2�6. 2�6 എത്രയാണ് മക്കളെ? 64. എത്രയാണ്? 64. ഓക്കെ, 64. ഓക്കെ, അപ്പോൾ അതായി. ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഡിഫറൻറ്റ്. റെപ്രസെന്റ് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ ഗ്രാഫിക്കലി.
എ ക്രോസ് ബിയും ബി ക്രോസ് എയും നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. അങ്ങനെ കൂടുതൽ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. എനിക്ക് 1-2 പ്രാവശ്യമൊക്കെ മാത്രമേ എന്താണ് അതൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. എ ക്രോസ് ബിയും ബി ക്രോസ് എ ഒക്കെ എന്താണ് ഗ്രാഫിൽ റെപ്രസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അതിൽ ഗ്രാഫിൽ റെപ്രസെന്റ് രീതി ഇതാണ്. നമുക്ക് ഫസ്റ്റ് നമുക്ക് എ ക്രോസ് ബി എടുക്കാം. എ ക്രോസ് ബി എലമെന്റ് ഏതാണ്, 1 4 1 5. ആദ്യം 1 4 1 5 ഇതാ നോക്ക്, x1ഉം y എന്താണ് മക്കളെ 4. അപ്പോൾ 1 4. അത് കഴിഞ്ഞ് വരുന്ന 1 5. അപ്പോൾ x1ഉം y എത്രയാണ് 5 1 5. അപ്പോൾ 1 4 ആയി, 1 5 ആയി. അടുത്തത് 2 4 2 5. ഇതാ നോക്ക്, x2 y എന്താണ് 4 അതായി. 2 5 x2 y എന്താണ് 5 അതുമായി. നെക്സ്റ്റ് അടുത്ത ഏതാണുള്ളത്, 3 4 3 5. x3 ഇതാ 3 ഇതാ 4 3 4. അടുത്തത് 3 5 3 5. ഇത്രയേ ഉള്ളൂ. ഇതാകുമ്പോൾ എന്താണ് എ ക്രോസ് ബി നമ്മൾ എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്തു. ഇതുപോലെ തന്നെയാണ് ബി ക്രോസ് എ. ബി ക്രോസ് എയിൽ ആരൊക്കെ വരുന്നുണ്ട്, 4 1 4 2 4 3. ഇതാ നോക്കിക്കോ, ഇതാ 4 1 4 1 4 2 4 2. അടുത്ത 4 3 4 3. അടുത്തത് 5 1 5 2 5 3 5 1 5 2 5 3. ഇത്രയേ ഉള്ളൂ. ഇത് കൂടുതലായിട്ട് അങ്ങനെ ചോദിച്ച് കാണാറില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ചിലപ്പോൾ തേക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ എന്ന് പറയുന്നത് മക്കളെ, എ എന്ന് പറഞ്ഞാൽ 1 2 3. ഏതാണ്ട 1 2 3. ബി എന്ന് പറഞ്ഞാൽ എന്താണ്ടാ, ബി എന്ന് പറഞ്ഞാൽ എ ബി ആണ്. ഏതാണ്ട മക്കളെ എ ബി. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ദി യൂണിവേഴ്സൽ റിലേഷൻ ഫ്രം എ ടു ബി. പഠിച്ചു വെച്ചോണം എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ എന്താണ് ഓർത്ത് വയ്ക്കുക. ഈ എ ക്രോസ് ബിയെ തന്നെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, യൂണിവേഴ്സൽ റിലേഷൻ. എന്താണ് എ ക്രോസ് ബി തന്നെയാണ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കിട്ടും ആൻസർ, എ ക്രോസ് ബി എന്ത് കിട്ടും പറഞ്ഞു, 1a. ഇതാണ് 1a 1b 2a 2b 3a ലാസ്റ്റ് ആൻഡ് ഫൈനൽ 3b. അപ്പോൾ എ ക്രോസ് ബിയെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്തത് വാട്ട് ഈസ് ദി നമ്പർ ഓഫ് നോൺ എം ടി റിലേഷൻ ഫ്രം എ ടു ബി. ഇതിൽ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എപ്പോഴും സബ്സെറ്റ് എഴുതുമ്പോൾ ഒരു സെറ്റ് എന്താണ്ടാ, എം ഡി സെറ്റ് ആണ്. എല്ലാ സെറ്റിന്റെയും അല്ലെ, ഏത് സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് എഴുതുമ്പോൾ എന്താണ്, എം ഡി സെറ്റ് എന്താണ്, ഒരു സബ്സെറ്റ് ആണ് എപ്പോഴും. അപ്പൊ അതിനെ അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ എം ഡി സെറ്റായിട്ട് ഒരൊറ്റ സെറ്റല്ലേ ഉള്ളൂ. ആ ഒരു സെറ്റ് നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം ബാക്കി കിട്ടുന്ന സെറ്റുകളാണ് എന്തെന്ന് പറയുന്നത് നോൺ എം ടി റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എത്ര റിലേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എൻ ഓഫ് എയിൽ എത്ര എലമെന്റ് ഉണ്ട്, എൻ ഓഫ് എയിൽ 3 എലമെന്റ് ഉണ്ട്. എൻ ഓഫ് ബിയിൽ 2 എലമെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും, 3 × 2 എത്രയാണ്, 6 എലമെന്റ് ഉണ്ടാവും എൻ ഓഫ് എ ക്രോസ് ബിയിൽ. അപ്പോൾ എൻ ഓഫ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് അല്ലെങ്കിൽ സബ്സെറ്റുകളാണല്ലോ റിലേഷൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ ചോദിച്ചാൽ എന്താണ് നമ്പർ ഓഫ് റിലേഷൻ, 2⁻6 ആണ്. എന്താ 2⁻6. അതിൽ നിന്ന് എം ഡി സെറ്റ് ആയിട്ടുള്ള ഒരെണ്ണം അല്ലെങ്കിൽ ഒരു എം ഡി സെറ്റ് കിട്ടുന്ന ഒരു റിലേഷൻ കാണും. അത് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പതുക്കെ ഒഴിവാക്കും. അപ്പൊ 2⁻6 നിന്ന് നമ്മൾ എത്ര ഒഴിവാക്കും, ഒരെണ്ണം. അതായത് ആ എം ഡി സെറ്റിനെ ഒഴിവാക്കും. അപ്പൊ കിട്ടുന്ന സെറ്റുകളുടെ എണ്ണം എന്താണോ അതാണ് എന്താടാ നോൺ എം ഡി സെറ്റ്. എന്താണ്ടാ നോൺ എം ഡി സെറ്റ് അല്ലെങ്കിൽ നോൺ എം ഡി റിലേഷൻ. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻ ഓർമ്മ വേണം കേട്ടോ. അപ്പൊ യൂണിവേഴ്സൽ റിലേഷൻ ഓർമ്മ വേണം. അതുപോലെ നമ്പർ ഓഫ് നോൺ എം ഡി റിലേഷൻ കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്, റിലേഷന്റെ എണ്ണം കണ്ടുപിടിക്കുക, അതിന് എത്ര മൈനസ് ചെയ്യുക, 1 മൈനസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അടുത്ത നമ്മൾ പറയേണ്ടത് എന്താണ്ടാ, ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കടാ, നമുക്ക് 2 ക്ലാസ് ഉണ്ട്, എയും ബി എന്ന് 2 ക്ലാസ് ഉണ്ട്. അതിലെന്താണ്ടാ, എ ക്ലാസ്സിൽ വരുന്നതാണ് ആര്, 5 ബോയ്സ് ആണ്. ഒന്ന് അഗ്നിവേശ്, അഭിനവ്, അമിൻ, അർജുൻ, പിന്നെ എന്താണ്ടാ അമൽ. ക്ലാസ് ബിയിലാണെങ്കിൽ എന്താണ്, കൺമണി, ദിയു, ഗായത്രി, ആര്യ, ആതിര എന്ന് പറയുന്ന ഒരു 5 പെണ്ണുങ്ങളും ഉണ്ട്. ഓക്കെ, ഇവരെന്ത് ചെയ്യാണ്, വാലൻസ് ഡേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഇവരങ്ങ് എന്താണ് റിലേഷനിലായി. ആർക്കാരോടൊക്കെയാണ് റിലേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് റിലേഷൻ വരുന്നത് എന്താണ്ടാ, അഗ്നിവേശൻ എന്താണ് കൺമണിയായിട്ട് എന്താണ്ടാ ഒരു റിലേഷൻ വന്നു. അഗ്നിവേശൻ എന്താണ്ടാ കൺമണിയായിട്ട് എന്താണ് മുടിഞ്ഞ പ്രണയം. സോ അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ റിലേഷനിലായി. ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തില്ല, അഭിനവിനും എന്ത് ചെയ്തില്ല, സഹിച്ചില്ല. അഭിനവ് എന്ത് ചെയ്ത്
ഡയറി മിൽക്ക് വേറെ എന്തൊക്കെ മിൽക്ക് കൊടുത്ത് എന്ത് ചെയ്ത് അവനും ആരെ വളച്ചെടുത്ത് ദിയുവിന് എന്ത് ചെയ്ത് വളച്ചെന്താണ് അവരും എന്ത് തുടങ്ങി റിലേഷൻ തുടങ്ങി. പക്ഷെ അമിൻ നോക്കിയപ്പോൾ എന്താണ് അവർക്ക് രണ്ടുപേർക്കും അഗ്നിവേശനുമായി അഭിനവനുമായി. അമിനു എന്ത് ചെയ്തു ആരെ വളച്ചു ഗായത്രി എന്ത് ചെയ്തു വളച്ചു അവരും എന്തായി റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ വാലൻസ് ഡേ കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ എന്ത് ചെയ്തു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ അമിൻ അങ്ങനെ എന്താണ് അടങ്ങിയിരുന്നില്ല. അമിൻ നോക്കിയപ്പോൾ എന്താണ് കൺമണിയും കൊള്ളാം ദിയുവും കൊള്ളാം. അപ്പം എന്ത് ചെയ്തു അമിൻ എന്ത് ചെയ്തു നേരെ ഈ കൺമണിയുമായിട്ട് എന്ത് ചെയ്തു ഒരു റിലേഷൻ ഉണ്ടാക്കി. തീർന്നില്ല, അമിൻ ദിയുവായിട്ടും എന്തുണ്ടാക്കി ഒരു റിലേഷൻ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയും പേരെ എന്താണ് എയും ബിയും ക്ലാസ്സിലുള്ളതിൽ എന്താണ് അഗ്നിവേശും അഭിനവും അമിനും അതുപോലെ കൺമണിയും ദിയും ഗായത്രി എല്ലാം എന്തായടാ റിലേഷനിലായി. പാവം എ ക്ലാസ്സിൽ എന്താണ് അർജുനും അമലും എന്താണ് റിലേഷനിലൊന്നുമില്ല, ഉള്ളി പഠിത്തമായിട്ട് മാത്രം നടക്കുന്ന എന്താണ് നല്ല ബോയ്സ്. ബിയിൽ എന്താണ് അതുപോലെ ആര്യയും മാതിരി എന്ത് ഇല്ല റിലേഷനിലൊന്നുമില്ല, അവരും എന്താണ് ഫ്രീ ബേർഡായിട്ട് എന്താണ് പാറിപ്പറന്ന് നടക്കുന്നു. അപ്പൊ ഇതില് എ ക്ലാസ്സിൽ എന്താണ്ട റിലേഷനിൽ ഏർപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ് അഗ്നിവേശും അഭിനവും അമിനും അല്ലേ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡൊമെയിൻ എന്ന് പറയുന്നത്. എന്താ എന്ത് പറയുക ഡൊമെയിൻ. സോ എന്താണ് ഇവിടെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്ട അഗ്നിവേശ് അഭിനവ് അതുപോലെ അമിനാണ് എന്തെന്ന് പറഞ്ഞാൽ ഡൊമെയിൻ. സെറ്റ് എയിൽ ഒരുപാട് എന്താണ് എലമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ റിലേഷൻ ഏർപ്പെട്ടിട്ടുള്ള 3 വ്യക്തികൾ ആരൊക്കെയാണ് അഗ്നിവേശ് അഭിനവ് അതുപോലെ എന്താണ്ട അമിനാണ്. അതുപോലെ സെറ്റ് ബി എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ആരൊക്കെയാണ് റിലേഷൻ ഏർപ്പെട്ടിട്ടുള്ള കൺമണി റിലേഷൻ ഉണ്ടാ ഉണ്ട് കൺമണി എന്താണ് റിലേഷൻ ഉണ്ട്. ദിയു റിലേഷൻ ഉണ്ടാ ഉണ്ട്, അപ്പൊ ദിയു. അത് കഴിഞ്ഞ് ഗായത്രി റിലേഷൻ ഉണ്ടാ ഉണ്ട്, സോ ഗായത്രി. അതാണെന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറയുന്നത്. എന്താണ് മക്കൾ അതാണ് എന്ത് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് സെറ്റ് ബിയിലുള്ള എല്ലാ ഗേൾസും ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡൊമെയിൻ. അതായത് കൺമണി വരും, ദിയു വരും, അതുപോലെ ഗായത്രി വരും, ആര്യ വരും, അതിൽ ആതിരയും എന്ത് ചെയ്യും അതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ സെറ്റ് ബി ഫുൾ ആണെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ് എയിൽ റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് എന്ത് ഡൊമെയിൻ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എന്താ ബി, അതായത് എന്താണ് റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ച്. സെറ്റ് ബിയിൽ റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്ത് റേഞ്ച് എന്ന് പറയുന്നത്. സെറ്റ് ബി ഫുള്ളായിട്ട് ആ ഗേൾ സെറ്റ് ഫുള്ളായിട്ട് എന്താണ്ടാ കോഡൊമെയിൻ ആണ്. അതാണ്ടാ കോഡൊമെയിൻ ആണ്. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ റൈറ്റ് ദി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദി റിലേഷൻ ആർ. ആറിൽ നോക്കടാ, ഇതാണ് നമ്മുടെ റിലേഷൻ ആർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ എന്ത് വേണം ഡൊമെയിനും വേണം റേഞ്ച് വേണം. ശ്രദ്ധിച്ചോണേ, ഇതിൽ ഫസ്റ്റ് കിടക്കുന്ന നമ്പറുകളെല്ലാം എന്താണ്ടാ ഡൊമെയിൻ. ഫസ്റ്റ് നമ്പറുകളെല്ലാം എന്താണ്ടാ ഡൊമെയിൻ. അപ്പോൾ ഡൊമെയിൻ ആരാണ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് മക്കളെ 1 2 3 4 5 ഇതാണ് എന്ത് ഡൊമെയിൻ. അതായത് റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന എയിലെ സെറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്ന എലമെന്റുകളെല്ലാം എന്താണ് എയിലെ എലമെന്റുകളാണ്. അപ്പോൾ എന്താണ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ആണ്. ഇനി നമുക്ക് റേഞ്ച് എടുക്കാം. ഇതെടുക്കടാ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറാണ്. രണ്ടാമത്തെ നമ്പർ ആരൊക്കെയാണ് 6 7 8 9 10. സോ അതിൻ്റെ ആൻസർ റേഞ്ച് ഏതായിരിക്കും റേഞ്ച് 6 7 8 9 10. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡൊമെയിനും റേഞ്ച്. അടുത്ത ദിവസം നോക്കിക്കടാ, ഡിറ്റർമൈൻ ദി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദി റിലേഷൻ ആർ ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു. ആർ എന്താണ് ആർ ഈക്വൽ ടു എന്താണ് ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് S+1 ആയിരിക്കും. എക്സ് എവിടെയുള്ള എലമെന്റ് ആണ് 0 1 2 3 4 5. അതായത് നമ്മൾ എന്താണ് നമുക്ക് റിലേഷൻ ആർ എഴുതാം. ഓൾറെഡി പെയർ ഫസ്റ്റ് എന്താണ് എക്സ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഏത് കൊടുക്കാം 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ വൈ എന്തായിരിക്കും ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ X+1 ആണ്. എക്സ് എന്താണോ അതിനേക്കാൾ 1 കൂടുതലായിരിക്കും. ഇവിടെ എക്സ് ഇവിടെ 0 അല്ലേ. അപ്പോൾ 0 1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും. അടുത്ത നമുക്ക് എന്താണ് എക്സിന് നമുക്ക് ഏത് കൊടുക്കാം എക്സിന് 1 കൊടുക്കാം. 1 കൊടുത്താൽ വൈ എന്തായിരിക്കും അതിനേക്കാൾ 1 കൂടുതലായിരിക്കും അല്ലേ. ഇപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എന്താണ് 1 + 1 എന്താവും 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് കിട്ടും 2 കിട്ടും. അടുത്ത നമുക്ക് എന്താണ് എക്സിന് 2 കൊടുക്കാം. എക്സിന് 2 കൊടുത്താൽ എന്ത് സംഭവിക്കും വൈ എന്ന് പറയുന്നത് എക്സിനേക്കാൾ 1 കൂടുക. അപ്പോൾ 2 + 1 3. അപ്പോൾ അടുത്ത 3 കൊടുത്താൽ എന്താണ് 3 + 1 4. 4 കൊടുത്താൽ 4 + 1 5. അടുത്ത 5 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും 6 കിട്ടും. അടുത്ത എക്സിന് 6 കൊടുക്കാൻ പറ്റുമോ ഇല്ല. കാരണം എക്സിന് ഏതുവരെ ഉള്ളൂ 0 മുതൽ 5 വരെയുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് റേഞ്ച് അല്ല എന്താണ് നമ്മുടെ റിലേഷൻ ഇതാണ്. നമുക്ക് എന്താണ് വേണ്ടത് ഡിറ്റർമിൻ ദി ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഡൊമെയിനും വേണം റേഞ്ചും വേണം അല്ലേ.
ഇതിൽ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന നമ്പർ ഏതൊക്കെയാണ്? 0 1 2 3 4 5. 0 1 2 3 4 5. ഡൊമൈൻ കഴിഞ്ഞ റേഞ്ച് തണ്ട റേഞ്ച് മക്കളെ റേഞ്ച് രണ്ടാമത് വരുന്ന നമ്പറുകളല്ല പറഞ്ഞു. 1 2 3 4 5 6. 1 2 3 4 5 6. ഇതാണ് എന്ത്? റേഞ്ച്. ഇതാണ് നമുക്ക് എന്ത്? റേഞ്ച്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കണ്ട. ലെറ്റ് എ ഈക്വൽ ടു 2 3. എ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞാൽ 2 3 ആണ്. സെറ്റ് 2 3. ബി എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞാൽ 4 6 ആണ്. ലെറ്റ് ആർ ബി ദ റിലേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു എന്താണ്? ആർ എന്ന് പറയുന്നത് ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡേർഡ് പെയർ എന്താണ്? എ ബി. എ ഇസ് എലമെന്റ് ഓഫ് എ കോമ ബി ഇസ് എലമെന്റ് ഓഫ് ബി. എ ഡിവൈഡ്സ് ബി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് എ ക്രോസ് ബി ആൻഡ് ദി നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എന്താണ്ട? എ ടു ബി. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? എ ക്രോസ് ബി എന്ന് ചെയ്യാം. എ ക്രോസ് ബി എന്തായിരിക്കും? 2 4 അല്ലേ? ഏതാണ്? 2 4. അടുത്ത 2 6. അടുത്തത് 3 4 3 6. ഇതല്ലേ എടാ? ഇതല്ലേ നമ്മുടെ എന്ത്? എ ക്രോസ് ബി. ആൻഡ് നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷന്റെ എണ്ണവും ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും നമ്പർ ഓഫ് റിലേഷൻ? എത്രയായിരിക്കും? നമ്പർ ഓഫ് റിലേഷൻ ഈക്വൽ ടു എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എ ക്രോസ് ബി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? 1 2 3 4. അങ്ങനെയാണെങ്കിൽ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2/4 അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2/4 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലോട്ട് പോവാം. ഫൈൻഡ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ റേഞ്ച് എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം ആര് വേണം? റിലേഷൻ വേണം. ഇവിടെ റിലേഷൻ ഉണ്ടാ? ഡയറക്റ്റ് തന്നിട്ടുണ്ടാ? ഇല്ല. പക്ഷേ അവരെന്താണ് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ എന്താണ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സെറ്റ് ബിൽഡർ ഫോമിൽ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ റിലേഷൻ കണ്ടുപിടിക്കണം. അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആർ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ ബിയിൽ എന്താണ്? എ എവിടെയുള്ള എലമെന്റ് ആണ്? എയിലുള്ള എലമെന്റ്. ബി എവിടെയുള്ളതാണ്? ബിയിലുള്ള എലമെന്റ്. അടുത്തതാണ് പോയിന്റ് എ ഡിവൈഡ്സ് ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എ കൊണ്ട് ബി എ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എന്താണ്ട? എ കൊണ്ട് ബി എ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ റിലേഷൻ ആർ എഴുതി നോക്കാം. നമുക്ക് ഫസ്റ്റ് എലമെന്റ് എടുക്കാം. എ ക്രോസ് ബിയില. എ ക്രോസ് ബിയിൽ 2 4 എടുക്ക്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 2, ബി എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 കൊണ്ട് 4നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ? 4/2 എന്ത് കിട്ടൂടാ മക്കളെ? 2 എന്ന് കിട്ടൂലേ? പെർഫെക്റ്റ് ആൻസർ കിട്ടിയില്ലേ? അപ്പൊ 2 4 എന്താണ് നമ്മുടെ റിലേഷനിൽ വരും? ആര് വരും? 2 4 നമ്മുടെ റിലേഷനകത്ത് വരും. അപ്പൊ 2 4 എടുത്തു കഴിഞ്ഞു. അടുത്ത 2 6 നോക്ക്. 2 കൊണ്ട് 6നെ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? അതായത് 6/2 കിട്ടും. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ അടുത്ത ഏതെടുക്കും? 6 2. ഏതെടുക്കും? 6 2 അല്ലല്ലോ നമ്മളെ 2 6 എന്നല്ലേ? 2 6 ഏതെടുക്കും? 2 6. അപ്പൊ അതും എടുത്തു. നെക്സ്റ്റ് 1 3 4 നിങ്ങൾ നോക്ക്. 3 കൊണ്ട് 4നെ പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതായത് 4/3 ഒരു പെർഫെക്റ്റ് ആൻസർ കിട്ടുമോ? നമുക്ക് ഇല്ല. ഒരു പോയിന്റ് നമ്പർ ആയിരിക്കും. അപ്പൊ നമ്മൾ അതുകൊണ്ട് നമ്മൾ ആരെ എടുക്കില്ല? 3 4 എടുക്കില്ല. 3 6 നോക്ക്. 6നെ നമുക്ക് എന്താണ്? 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തുകൂടെ? എന്ത് കിട്ടും നമുക്ക് ആൻസർ? 2 എന്നുള്ള ആൻസർ കിട്ടും. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? 3 6. ഏതെടുക്കാം? 3 6. അപ്പൊ നമ്മുടെ റിലേഷനകത്ത് എത്ര എലമെന്റേ വരുള്ളൂ? 3 എലമെന്റേ വരുള്ളൂ. ഏതൊക്കെയാണ്? 2 4 2 6 3 6. ഓക്കെ, നമുക്കിതിൽ ഡൊമൈൻ പറയാം. നമുക്കിതിൽ ഡൊമൈൻ റേഞ്ചും അല്ലേ വേണ്ടത്? പറഞ്ഞു ഡൊമൈൻ ഫസ്റ്റ് എടുക്കുന്ന നമ്പറാണ് ഡൊമൈൻ. 2 2 3. 2 പ്രാവശ്യം 2 എഴുതൂല, ഒരു പ്രാവശ്യം എഴുതുള്ളൂ. അപ്പൊ 2 3. അപ്പൊ ഡൊമൈൻ ആയി. ഇനി നമുക്ക് വേണ്ടതാണ് റേഞ്ച് ആണ്. രണ്ടാമത് വരുന്ന നമ്പർ ഏതൊക്കെയാണ്? 4 6 6. നമ്മൾ ഏത് എഴുതുള്ളൂ? 4 6. ഡൊമൈനുമായി റേഞ്ചുമായി.